നമസ്കാരം. എല്ലാവർക്കും ലതാസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കളാൽ നിറയ്ക്കുന്ന നിത്യകല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്ന വിങ്ക ചെടികളെക്കുറിച്ചാണ്. ഇത് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമ്മൾ കൃത്യമായി പരിപാലിച്ചാൽ വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ചെടിയാണ് വിങ്ക. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികൾ എപ്പോഴും നല്ല പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും ആ ചെടികളിൽ. പക്ഷേ പലരും പരാതി പറയാറുള്ളത് വിങ്ക ചെടികൾ, ഹൈബ്രിഡ് ചെടികൾ പെട്ടെന്ന് വാടിപ്പോകുന്നു, അല്ലെങ്കിൽ പൂക്കൾ കുറവാണ് എന്നൊക്കെയാണ്. ഇത് പരിഹരിക്കാനുള്ള വളരെ ലളിതമായ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, വിങ്കയ്ക്ക് നന്നായി വെയിൽ ലഭിക്കണം. കുറഞ്ഞത് ഒരു 4-5 മണിക്കൂർ വെയിൽ കിട്ടുന്നിടത്ത് വേണം വെക്കാൻ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ മാത്രം ഒഴിക്കാൻ ശ്രമിക്കുക. ഇലകളിലും പൂക്കളിലും അമിതമായി വെള്ളം വീഴുന്നത് ഫംഗസ് ബാധയ്ക്ക് കാരണമാകും. അതേപോലെ മണ്ണ് ഉണങ്ങിയാൽ മാത്രം നനയ്ക്കുക, അല്ലാണ്ട് വെള്ളം അങ്ങനെ ഓവറായി ഒഴിച്ചു കൊടുക്കരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രൂണിങ് ചെയ്യുക. പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞ ശേഷം അപ്പം തന്നെ ആ കമ്പുകൾ ചെറുതായി നുള്ളി വിടുക. അങ്ങനെയാകുമ്പോൾ അതിൽ കൂടുതൽ ശാഖകൾ വരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കും. പിന്നെ വളപ്രയോഗം, അത് 1 മാസം കൂടുമ്പം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് ചേർത്തി അതിൻ്റെ വെള്ളം പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ചെടി കരുത്തോടെ വളരും. പിന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ മുട്ടത്തോട് പൊടിച്ചത്, ഉള്ളിത്തൊലി വെള്ളത്തിൽ കുതിർത്തത്, ഇതെല്ലാം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് പൂക്കളുടെ വലിപ്പം കൂട്ടാൻ നല്ലതാണ്.